സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാർ വ്യവസ്ഥ അപ്പാടെ തകർന്നിരിക്കുകയാണ്. ഇത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്ത വിധം പ്രയാസകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് SMDA 2025 സെപ്റ്റംബർ 17 റിയാദിൽ വെച്ച് പാക് ഭരണാധികാരികളും സൗദി അറേബ്യൻ ഭരണാധികാരികളും വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു കരാർ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. ക്രോഡീകരിച്ചുകൊണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയുണ്ടായിരിക്കുന്ന വിഷയമാണ്. അതിൻ്റെ കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ആണവായുധ രാജ്യമാണ്. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വലിയ മുന്നേറ്റമുള്ള രാജ്യമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ശക്തി അവിടെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാമ്പത്തിക മുന്നേറ്റമുള്ള മുസ്ലിം രാജ്യങ്ങളെയും സൈനിക മുന്നേറ്റമുള്ള മുസ്ലിം രാജ്യങ്ങളെയും ഒന്നിപ്പിക്കരുത് എന്നുള്ളതാണ് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ അജണ്ട. അതവർ മുന്നോട്ട് വെക്കാറുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് പല ഘട്ടങ്ങളിലും നീങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കാറുണ്ട്. അതിലവർ വിജയിക്കാറുണ്ട്. അങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധം അകന്നു പോയത്. സാമ്പത്തികപരമായി വലിയ പുരോഗതി അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ട്. സൈനികപരമായും യുദ്ധപരമായും വലിയ രീതിയിലുള്ള ശക്തി ഇറാനുണ്ട്. ഇവരൊന്നിച്ചു കഴിഞ്ഞാൽ മേഖലയിൽ അടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ഇസ്രായേലിനും അമേരിക്കക്കും വരുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ അകത്തി നിർത്തുക എന്നുള്ളതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. 2023 ചൈനയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഒരു ഐക്യ സംവിധാന കാലഘട്ടം വരെ അത് വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇതിൻ്റെ കരാർ വ്യവസ്ഥയിൽ പറയുന്നത്, ഇരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായിട്ട് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി സൈനികപരമായിരിക്കുന്ന ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. നാറ്റോ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ നാറ്റോ സംവിധാനത്തിൻ്റെ ആർട്ടിക്കിൾ 5 ഇങ്ങനെ ഈ കാര്യം പറയുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക എന്ന് പറയുന്നത്, പരസ്പരം ആക്രമണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ, നാറ്റോ സഖ്യത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതായി പരിഗണിച്ചുകൊണ്ട് സംയുക്തമായി ചേർന്നുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് റഷ്യയെ പ്രകോപിപ്പിച്ച പ്രധാനമായിരിക്കുന്ന കാര്യം. ഈ ഉക്രൈൻ ആക്രമിച്ചു കഴിഞ്ഞാൽ നാറ്റോ സഖ്യത്തിൽ ഉണ്ടെങ്കിൽ സംയുക്തമായ രീതിയിലാണ് ഇവർ ആക്രമണം വരിക. അതുകൊണ്ട് നാറ്റോ എടുക്കാൻ പാടില്ല എന്നുള്ളതും എടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്, പരിഗണിക്കുകയാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാരണമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആരംഭം. ഈ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളെ ഉള്ളൂ. പക്ഷേ അത് ഈ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായിട്ട് ഉക്രൈൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുക, അവരാര്, നമ്മളെക്കാളും വലുത് അവരോ? അങ്ങനെയാണ് ഇപ്പോൾ യുദ്ധത്തിലെത്തി 5ാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഇവരുടെ കരാർ വ്യവസ്ഥ നമുക്ക് നോക്കാം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സംയുക്ത സൈനിക അഭ്യാസം, വ്യോമ പ്രതിരോധ സംവിധാന സഹകരണം, രഹസ്യ വിവരം പങ്കിടൽ, ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് രൂപമുണ്ടാക്കൽ, ഇങ്ങനെ പോകുന്നു അതിൻ്റെ കരാർ വ്യവസ്ഥകളൊക്കെ. അപ്പോൾ സൈനികാഭ്യാസങ്ങൾ പല ഘട്ടത്തിലും പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്നിട്ട് ജിദ്ദ മേഖല കേന്ദ്രീകരിച്ചൊക്കെ നടന്നു വരാറുണ്ട്. ഇതിന് പാകിസ്ഥാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സൗദിക്ക് നൽകുന്ന കാര്യം എന്ന് പറയുന്നത് പരിശീലനം നേടിയ പ്രതിരോധ വിദഗ്ധരെ നൽകും, യുദ്ധവിമാനങ്ങൾ നൽകും, മിസൈൽ സംവിധാനങ്ങൾ നൽകും, സൈനിക പരിശീലനം നൽകും. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തൊട്ട് മുൻപ് വരെ അമേരിക്കയായി ചെയ്തിരുന്നത്. അപ്പോൾ അമേരിക്ക ഘട്ടം ഘട്ടമായിട്ട് മേഖലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് സൗദി അറേബ്യയുടെ പ്രധാനമായിരിക്കുന്ന അജണ്ടയാണ്. അവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണം തന്നെ, പരസ്യ പഠനം തന്നെ സൗദി അറേബ്യ നടത്തി ജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നൊരു സംവിധാനം. ആ സംവിധാനത്തിൽ ഓരോരോ സൗദി പൗരനും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നൽകുന്ന സേവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടി ഒരു ഗ്ലാസ്നോസ്റ്റ് പെരിസ്റ്റോയ്ക്ക പണ്ട് 80 കാലഘട്ടത്തിൽ ഗോർബച്ചേവ് റഷ്യയിൽ കൊണ്ടുവന്നതിന് സമാനമായിരിക്കുന്ന
ഒരു നിയമം കൊണ്ടുവരുന്നു. അബ്ദുള്ള രാജാവ് സൗദി അറേബ്യ ഭരിക്കുന്ന കാലത്ത്, ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് മുമ്പ് 2 പ്രാവശ്യം ഇപ്പോഴത്തെ ഈ സൽമാൻ അബ്ദുൽ അസീസ് രാജാവാണ്. അദ്ദേഹത്തിന് മുമ്പ് സുൽത്താൻ രാജാവ് വന്നിരുന്നു. അദ്ദേഹത്തിന് മുമ്പായിരുന്നു അബ്ദുള്ള രാജാവ് ഉണ്ടായിരുന്നത്. സുൽത്താൻ രാജാവ് കുറഞ്ഞ കാലം നിന്നിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ഈ അബ്ദുള്ള രാജാവ് നിൽക്കുന്ന കാലത്താണ് അങ്ങനത്തെ ഒരു സംവിധാനം വന്നത്. ആ സമയത്ത് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഓരോരോ പ്രവിശ്യകളും ഏരിയയിലും വെച്ചിട്ട് വലിയ തരത്തിലുള്ളൊരു മീറ്റിംഗ് പോലെയുള്ള സംവിധാനം വിളിച്ചു കൂട്ടി സൗദി പൗരന്മാർക്ക് ഈ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന കാര്യം. ഞാനിന്ന് അറാറിലാണ് പണിയെടുക്കുന്നത്. അൽമറായി പാൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അറാറിൽ അന്ന് അബ്ദുള്ള രാജാവ് എത്തിയിരുന്നു. അബ്ദുള്ള രാജാവ് എത്തിയെന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 75 വർഷത്തിന് ശേഷം ഒരു രാജ്യഭരണാധികാരി നേരിട്ട് കൊണ്ട് ആ പ്രദേശത്തേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. ഇറാഖിൻ്റെ ബോർഡറാണ് അറാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രവിശ്യകളിൽ അങ്ങനെ സന്ദർശനം നടത്തുന്ന രീതിയൊന്നും സാധാരണ രാജാക്കന്മാർക്ക് ഉണ്ടാവാറില്ല. അതിൻ്റെ ഗവർണറേറ്റുകളോ അത് ബന്ധപ്പെട്ട ആൾക്കാരോ ആണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചു, എനിക്ക് പരിചയമുള്ള സൗദികളോടൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട് എങ്ങനെ എന്തൊക്കെ സംഭവം എന്നുള്ളത്. ഭയങ്കരമായിട്ട് റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാത്രി കാലങ്ങളിലെ കാര്യമായിട്ട്, പകലല്ല. രാത്രി 8 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ നേരം വെളുക്കുന്നവരെ സുബൈയുടെ സമയം വരെ ഈ കാര്യങ്ങൾ ചർച്ച ഉണ്ട്. അപ്പോൾ സമയത്ത് റോഡ് ബ്ലോക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. വരുന്ന സമയത്ത് ആ ബ്ലോക്ക് എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ബ്ലോക്ക് മാത്രമേ. ഭയങ്കര സൈനികർ കംപ്ലീറ്റ് 2 ഭാഗത്തും റോഡിൻ്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്ത് വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ, സാധാരണഗതിയിൽ സൗദിയുടെ നഗരങ്ങളിലൊന്നും ഫ്ലക്സ് ബോർഡുകൾ കാണാറില്ല. അത് പാടില്ല, മംനുവാണ്, അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് രാജാവ് വരുന്ന സമയം ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ വലിയ ലൈറ്റ് അടിച്ചിട്ടുള്ള ഫ്ലെക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഓരോരോ കമ്പനികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഓരോ സ്ഥാപനത്തിൻ്റെ വക നമ്മൾ ഡൊണേഷൻ ചെയ്യുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സംവിധാനം. നഗരം കളർഫുള്ളായിരുന്നു. അറാർ നഗരം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സൗദികൾ പറയും. അപ്പോൾ സൗദി എന്നോട് സംസാരിച്ചതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശം അമേരിക്കൻ സൈന്യത്തെ അപ്പാടെ രാജ്യത്ത് പുറത്താക്കണം. നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ സൗദികളാണല്ലോ, സൗദികൾക്ക് ആ മേഖലയ്ക്ക് ആകെ മേഖല പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, കഴിവില്ലാത്തവരല്ലല്ലോ സൗദികൾ. അപ്പോൾ സർവ്വ മേഖല, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മേഖല, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ഇനി ഈ ഈ യുദ്ധ വിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കുന്ന മേഖല പ്രാക്ടിക്കൽ കിട്ടിയാൽ മതി. അതിന് അമേരിക്ക തന്നെ വേണ്ടല്ലോ, വേറെ രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഈ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം അഭിപ്രായങ്ങൾ ഒരുപാട്, ഇദ്ദേഹം മാത്രമല്ല ഒരുപാട് അഭിപ്രായം പറഞ്ഞ് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട അഭിപ്രായങ്ങൾ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായിട്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നയതന്ത്ര ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പ്രകാരം എയർപോർട്ടുകൾ വിട്ടുകൊടുക്കുക, സൈനികൾക്ക് പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടി അതിൻ്റെ അവസരങ്ങൾ കൊടുക്കുക. അത് നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിപ്പോൾ ഖത്തറിന് അമേരിക്ക സൈനിക ബേസ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖത്തറിന് അമേരിക്കയിൽ ഒരു സൈനിക ബേസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിന് പൂർണ്ണമായിരിക്കുന്ന അധികാരം ഖത്തറിനാണ് എന്നാണോ? അല്ല. ഇതിപ്പോൾ കർജിൽ തന്നെ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുത്തത്. അത് നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി താൽക്കാലികപരമായി ആവശ്യപ്പെടുന്ന സമയത്ത് റെൻറ്റ് പോലെ കൊടുക്കുന്ന ഒരു സംവിധാനം ലോകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. ആ രീതിയിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം അവർ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാർ വ്യവസ്ഥയൊക്കെ. പിന്നെ പിൽക്കാലത്ത് പിന്നെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയെ മാറ്റി നിർത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ 1967 മുതൽ തന്നെ പാകിസ്ഥാൻ്റെ ഈ സൈനികർ സൗദി അറേബ്യയിൽ ഈ പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടിയിട്ട് അവർ സൗദികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്, സൗദിയുടെ പാകിസ്ഥാൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അത് വീണുടഞ്ഞിരിക്കുകയാണ്, പൊട്ടിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇറാൻ ഈ പാകിസ്ഥാനെ ആക്രമിച്ചു, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ച സ്വാഭാവികമായിട്ട് ഇറാന് ഈ സൗദി അറേബ്യ ആക്രമിച്ചു, പാകിസ്ഥാനല്ല സൗദി അറേബ്യ ആക്രമിച്ചു. അങ്ങനെ ആ സമയത്ത് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ സൈന്യമാണ് ഇറാനെ തിരിച്ചടിക്കേണ്ടത്. ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഒന്നും ഉണ്ടായിട്ടില്ല, അനങ്ങിയിട്ടില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ 15% ജനസംഖ്യയിൽ 15% ഷിയ വിഭാഗമാണ്. 3.5 കോടി ജനങ്ങൾ പാകിസ്ഥാനിൽ ഷിയ വിഭാഗമുണ്ട്. അവർ വലിയ രീതിയിൽ വിദ്യാഭ്യാസം നേടിയവരാണ്. പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം ഈ നല്ലൊരു ശതമാനത്തിന് വിദ്യാഭ്യാസം ഇല്ല. പ്രാഥമിക വിദ്യാഭ്യാസമില്ലാത്ത നല്ലൊരു ശതമാനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു 50% മേലെ പാകിസ്ഥാൻ സുന്നി വിഭാഗം, 2 വിഭാഗമാണ് സുന്നികളും ഷിയാക്കളും. സുന്നി വിഭാഗത്തിൽ സ്വന്തമായ പേര് ഇംഗ്ലീഷിൽ എഴുതാൻ പോലും അറിയാത്തവരാണ്. എൻ്റെ കൂടെ പാകിസ്ഥാൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ജോലി ചെയ്ത സമയത്ത് ശമ്പളത്തിന് നമ്മൾ എഴുതി കൊടുക്കണം, പേര് എഴുതി ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കണം. അതുപോലും അറിയാത്ത ചില പാകിസ്ഥാനിക്ക് സ്ഥിരമായ രീതിയിൽ ഒരു പാകിസ്ഥാനിക്ക് ഞാനാണ് പേര് എഴുതി ഇങ്ങനെ പേര് എഴുതി കൊടുക്കുന്നത്. അയാളോടും പേര് ഞാൻ എഴുതി കൊടുക്കും. ഇംഗ്ലീഷ് എഴുതെങ്കിൽ മാത്രമേ ഇതിൻ്റെ മാനേജർക്ക് വായിക്കാൻ വേണ്ടി സാധിക്കൂ. ആ സംവിധാനം, അതായത് വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല, സ്വന്തമായിട്ട് പേര് ഇംഗ്ലീഷിൽ എഴുതാൻ പോലും അറിയില്ല. അപ്പോൾ പിന്നെ അവരുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ബ്യൂറോക്രസിയിൽ, ജുഡീഷ്യറിയിൽ, വ്യാപാരത്തിൽ, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, അതായത് ഭൂമി ഏറ്റവും കൂടുതൽ ഉള്ളവർ ഇതെല്ലാം ഷിയ വിഭാഗമാണ്. സൈനിക മേഖലയിൽ ഉന്നത സ്ഥാനമുള്ളവർ അവരുണ്ട്. മതസംഘടനാ ശൃംഖലയിൽ വലിയ മികവുള്ളവരാണ്. അപ്പോൾ ഇത്തരം ഈ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമുള്ള വിഭാഗമാണ് ഷിയ വിഭാഗം എന്നതിനാൽ തന്നെ ഈ സൗദി അറേബ്യയുടെയും ഇറാൻ്റെയും തമ്മിലുള്ള വിഷയം എന്ന് പറയാൻ ജാതീയപരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് വരും, സുന്നി ഷിയ വിഭാഗമായിട്ട് വരും. ഈ ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ഈ ഷിയ വിഭാഗത്തിൽ, ലോകത്താകമാനമുള്ള ഷിയ വിഭാഗത്തിന് ഒരേ വികാരവും ഒരേ നിലപാടും ഒരേ സമീപനവും ഒരേ ചിന്തയുമാണ്. അവർക്കൊരു ആസ്ഥാന മന്ദിരം ഇറാനുണ്ട്, അവിടെ ഒരു നേതൃത്വമുണ്ട്, അത് ആത്മീയ നേതൃത്വമാണെന്ന് കരുതും. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സുന്നികൾക്ക് അങ്ങനത്തെ ഒരു നേതൃത്വം ഇല്ല, അങ്ങനത്തെ ഒരു രാജ്യമില്ല, അങ്ങനത്തെ ഒരു സംവിധാനമില്ല, ഒരേ വേഷം ധരിക്കുന്ന അല്ലെ ഒരു രീതി, ഒരേ സംസ്കാരം നിലനിർത്തുക, അങ്ങനെയൊന്നുമില്ല. ഷിയാക്കൾ എല്ലാം ഒരേ രീതി സംസ്കാരമാണ്. അപ്പോൾ ഷിയ വിഭാഗം അവിടുത്തെ ഭരണാധികാരി അസീം മുനീർ അടക്കമുള്ള വിഭാഗത്തോട് പറഞ്ഞിരിക്കുന്ന വിവരം ഇതിനിടെ പുറത്തു വന്നാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇറാൻ ആക്രമിക്കാൻ പാടില്ല. ഏത് രീതിയിൽ ആക്രമിച്ചാലും അതിൻ്റെ പ്രതിഫലനം പാകിസ്ഥാനിലുണ്ടാവും. അതൊരു ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ഇതിൽ അസീം മുനീറിനെ സംബന്ധിച്ച്, പാകിസ്ഥാനെ സംബന്ധിച്ച് പേടിയായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സുന്നികളും ഷിയാക്കളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മളറിയാം, പള്ളിയിൽ പോലും ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഈ വിരോധങ്ങൾ, വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ പക ചെറുതല്ല, വലുതാണ്. അപ്പോൾ അവിടെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഭരണം കൂപ്പുകുത്തും. പാകിസ്ഥാനിൽ ഇന്ത്യയെ പോലെയല്ല. പാകിസ്ഥാനിൽ ഗവൺമെൻറ് അല്ല ഭരണം നടത്തുന്നത്, സൈനികരാണ്. ഗവൺമെൻറ് അവിടെ 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഗവൺമെൻറ്റാണ് ഭരണം നടത്തുന്നത്. ഗവൺമെൻറ് നിർദ്ദേശമാണ് ഈ സൈനികർ പാലിക്കേണ്ടത്. രണ്ടും തമ്മിൽ വലിയ മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു വിഷയം വരും. കലാപങ്ങൾ ഉണ്ടാവും, ഭരണത്തിന് ഈ ആട്ടങ്ങൾ വരും. ഭരണം മൂക്കുകുത്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് സൈനികർ മൂക്കുകുത്തിയ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. പർവേസ് മുഷാറഫ് അങ്ങനെ മൂക്കുകുത്തിയൊരു സൈനികരിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്, സമയക്കുറവ് ഉള്ളതുകൊണ്ട് പറയാതെ. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ കാലത്തും വലിയ വിഷയകാര്യങ്ങളൊക്കെ ഉള്ള രാജ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ അടുത്ത് തന്നെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചടിക്കുന്ന സമയത്ത് ഈ കരാർ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യണം? സൗദി അറേബ്യ പാകിസ്ഥാനെ സംരക്ഷണത്തിൽ വന്നിട്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തണം. അങ്ങനെ ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിലുള്ള ബന്ധം മുറിയിലെ ഏകദേശം 38 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയും കൂട്ടണമല്ലോ. അപ്പോൾ അവരത് ബാധിക്കുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് വലിയ മുറിപ്പാട് സൗദി അറേബ്യക്ക് ഉണ്ടാകും. അപ്പോൾ ഇതൊരു എഗ്രിമെൻറ്റ്, ഒരു കരാർ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വൈകാരിക തലങ്ങൾ വളരെ വലുതാണ് എന്നതിനാൽ തന്നെ ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇറാന് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന സമയത്ത് എവിടുന്ന്? സൗദി അറേബ്യയിൽ നിന്ന്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക പാകിസ്ഥാൻ്റെ അകത്താണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് സാധിക്കുകയില്ല, സൈന്യത്തിന് സാധിക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പായതുകൊണ്ടാണ് ഈ കരാർ വ്യവസ്ഥ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന